ഹായ് മക്കളെ, തുടങ്ങാം. നമുക്ക് ഒരു ഹായ് പറഞ്ഞ എല്ലാവരും ഹായ്. തുടങ്ങാം. റെഡി? സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ലൈവിലുള്ള എല്ലാവരും ഒരു ഹായ് പറഞ്ഞടാ. പെട്ടെന്ന് തന്നെ നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം സെറ്റ് ആക്കിയിട്ട് എടുക്കാം. ലച്ചൂസ്, നസിഹ, അഫ്ന, അപ്പൂസ് ഹായ്. അപ്പൂസും അമ്മൂസും ഒക്കെ ഉണ്ടല്ലോടാ. ഹായ് ഹായ്. റന, അയ്യൂബ്, അഫ്ന. ഓക്കെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലാസ് തുടങ്ങുകയാണ്. എല്ലാവരും എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ പെട്ടെന്ന് തന്നെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ കൂട്ടുകാരെ അറിയിക്കുക. പെട്ടെന്ന് തന്നെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വരാനുള്ളവരൊക്കെ കയറി വരട്ടെ. 48 പേരാണ് ഇപ്പോൾ ഉള്ളത്. അത് കയറി ഒരുപാട് കുട്ടികളാവണം. ഒരുപാട് കുട്ടികളാവുമ്പോൾ നമ്മൾ ഓർഗാനിക്കും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിച്ചു തരും. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഡീലല്ലേടാ? ഗുഡ് ഈവനിങ്. മതി. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റമാണ്. പെട്ടെന്ന് തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ചെറിയ കോൺസെപ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് ഇട്ടുതരാൻ പോകുന്നത്. ആദ്യം സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ ഡിസ്കവറി ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾസിനെയാണല്ലോ ഡിസ്കസ് ചെയ്യാറുള്ളത്. സബറ്റോമിക് പാർട്ടിക്കിൾസ് ആയ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, എല്ലാവരും ഇതിങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ കേട്ടോളണം കേട്ടോ. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണിനെയൊക്കെ കണ്ടെത്തിയതാണ് നമ്മൾ ആദ്യം ഈ കാഥോഡ് റേ എക്സ്പെരിമെന്റിലൂടെയൊക്കെ പഠിക്കുന്നത്. അപ്പം എന്താണെടാ കാഥോഡ് റേ എക്സ്പെരിമെന്റ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റിൻഷാദ് ഉണ്ടെങ്കിൽ ഒന്ന് വന്നേ. ഈ പേന വർക്ക് ചെയ്യുന്നില്ല റിൻഷാദ്. അപ്പൊ പറഞ്ഞേടാ, കാഥോഡ് റേ എക്സ്പെരിമെന്റ് കേട്ടോട്ടോ മക്കളെ. കാഥോഡ് റേ എക്സ്പെരിമെന്റ് ആദ്യമായിട്ട് നടത്തിയ സയന്റിസ്റ്റിന്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്തേടാ. കാഥോഡ് റേ എക്സ്പെരിമെന്റ് ഇല്ല. കാഥോഡ് റേ എക്സ്പെരിമെന്റ് ടാബ് മാറ്റണോ? ആദ്യമായിട്ട് കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്തിയ സയന്റിസ്റ്റിന്റെ പേരാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ജെ തോംസണോ കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്തിയതോ? അത് ശരിയല്ല. ശരിയായ ഉത്തരം പറയൂ. ജെ തോംസൺ എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ജെ തോംസൺ എന്ന് പറയുന്നത് എന്ന് എനിക്കറിയാം. റുദർഫോർഡോ മതിയടാ, നിർത്തിക്കോളി. എന്തുകൊണ്ടാണ് ജെ തോംസൺ എന്ന് പറയുന്നത് എന്ന് എനിക്കറിയാം. കാരണം ജെ തോംസൺ ആണല്ലോ സാറേ ഇലക്ട്രോണിനെ കണ്ടെത്തിയത്. ഈ കാഥോഡ് റേ എക്സ്പെരിമെന്റിലൂടെ ഇലക്ട്രോണിനെ ആണല്ലോ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ പിന്നെ ജെ തോംസൺ ആയിരിക്കണമല്ലോ കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്തിയത്. അല്ല, കാഥോഡ് റേ എക്സ്പെരിമെന്റ് ആദ്യമായിട്ട് നടത്തിയത് മൈക്കൽ ഫാരഡെയാണ്. പഠിച്ചോളണം. ആദ്യമായിട്ട് കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്തിയത് മൈക്കൽ ഫാരഡെയാണ്. അങ്ങനെ മൈക്കൽ ഫാരഡെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. ആ കണ്ട കാഴ്ചകളിൽ നിന്ന് അദ്ദേഹം അവിടെ പ്രൊഡ്യൂസ് ചെയ്ത പാർട്ടിക്കിളിനെ കാഥോഡ് റേ എന്നാണ് പേര് വിളിച്ചത്. ആ കാഥോഡ് റേയെ പിന്നീട് ഇലക്ട്രോൺ എന്ന് പേര് വിളിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ജെ തോംസൺ. ശരിക്കും പഠിച്ചു വെച്ചോട്ടോ. അപ്പൊ മൈക്കൽ ഫാരഡെയാണ് ആദ്യമായിട്ട് കാഥോഡ് റേ എക്സ്പെരിമെന്റ് നടത്തുന്നത്. ആ കാഥോഡ് റേയിൽ അദ്ദേഹം എക്സ്പെരിമെന്റിൽ കണ്ടെത്തിയ കാഥോഡ് റേ എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ പിൽക്കാലത്ത് ജെ തോംസൺ എന്ത് പേര് വിളിച്ചു? പറ. ഇലക്ട്രോൺ എന്ന് പേര് വിളിച്ചു. അപ്പൊ ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിൽ നോ ഡൗട്ട് അതാരെന്നെയാണ്? ജെ തോംസൺ തന്നെയാണ്. പക്ഷെ കാഥോഡ് റേ ആദ്യമായിട്ട് കണ്ടെത്തിയത് മൈക്കൽ ഫാരഡെയാണ്. ഇനി കാഥോഡ് റേയുടെ ഒരു 2 വിശേഷങ്ങൾ എഴുതാൻ എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട 2 വിശേഷങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരാം. ഇങ്ങനെ പല തവണ പഠിച്ചു എന്ത് ചോദിച്ചാലും ആൻസർ കിട്ടുമെന്ന രൂപത്തിലേക്ക് നമുക്കിത് മാറ്റണം. അപ്പൊ ആദ്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റ് നിങ്ങൾ ഇപ്പൊ ഇരുന്ന് പഠിക്കണേ. ഒന്നാമത്തെ പോയിന്റ് അയാളുടെ E/M റേഷ്യോ ഇതായിക്കോട്ടെ. ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കോൾഡ് ഇലക്ട്രോൺസ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. കാഥോഡ് റേ എന്ന് പറഞ്ഞാൽ എന്താണ്? പറ. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കോൾഡ് ഇലക്ട്രോൺസ്. നെഗറ്റീവ് ചാർജുള്ള ആളുകളാണ്. അതിനെ പിന്നീട് എന്ത് പേര് വിളിച്ചു? ഇലക്ട്രോൺ എന്ന് പേര് വിളിച്ചു. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ഇയാളാണ്. ഇറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോഡ് ആൻഡ് നേച്ചർ ഓഫ് ദി ഗ്യാസ്. ഈ 2 എണ്ണം എല്ലാവരും ഇപ്പൊ ഒന്ന് പഠിച്ചേ. ഒരുപാട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ 2 എണ്ണം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് വിവരമുണ്ടെന്ന് ഒരു പ്രഥമ ദൃഷ്ടിയാലുള്ള ഒരു സംഗതി നമ്മൾ അങ്ങോട്ട് കൈമാറി. ഒരു കമ്മ്യൂണിക്കേഷൻ. ഈ പേപ്പർ നോക്കുന്ന ആൾക്ക് ഇതൊക്കെ നമുക്ക് അറിയാം എന്നുള്ള ഒരു മൈൻഡ് ഇട്ട് കൊടുത്താൽ പിന്നെ അവസാനത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പൊടി ഇതൊക്കെ തെറ്റിയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് മാർക്കാണല്ലോ വലുത്, അറിവല്ലല്ലോ പ്രധാനം. അത് ഞാനിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മാർക്കാണ് വലുത് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് +1 +2 നല്ല മാർക്കാണ് വലുത്. എന്നിട്ട് നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് അറിവുണ്ടാക്കുക.
അറിവാണ് അൾട്ടിമേറ്റ്ലി പ്രധാനം. പക്ഷെ അത് +1 +2 ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മാർക്ക് ഉണ്ടാക്കുക. എന്നാലേ നമുക്ക് പിന്നീട് അറിവുണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കാഥോഡ് റേയുടെ 2 പ്രോപ്പർട്ടി, നമ്പർ ഓഫ് പ്രോട്ടോൺ എങ്ങനെ കണ്ടെത്തുക വരുന്നുള്ളൂ. കാഥോഡ് റേയുടെ 2 പ്രോപ്പർട്ടി ഒന്ന് പറഞ്ഞുതരാം. ഒന്ന്, അവർക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്. പിന്നെ കാഥോഡ് റേ ആ ട്യൂബിൻ്റെ അകത്ത് എടുത്തിട്ടുള്ള ഗ്യാസിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് ചോദ്യം, എന്നാണ് പഠിക്കേണ്ടത്. കണ്ടോ, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറ് റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ. കാഥോഡ് റേയുടെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടി എഴുതുക എന്നൊക്കെയാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അറ്റോമിക് മോഡലാണ്. എടാ, ആറ്റത്തിന്റെ മോഡലിൽ 3 പ്രധാനപ്പെട്ട മോഡൽ നമ്മൾ പഠിക്കാനുണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോട്ടോ, ഇന്ന് ഞാൻ ഫ്രീ ആണ്. നമ്മളതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്ത് ചോദിച്ചോ, ഒക്കെ ഞാൻ പറഞ്ഞുതരും. അപ്പൊ ഇനി കേട്ടോട്ടാ, അറ്റോമിക് മോഡൽ ആരാണ്? 3 അറ്റോമിക് മോഡൽ ഏതാണടാ? ഒന്ന് തോംസന്റെ അറ്റോമിക് മോഡൽ, മറ്റൊന്ന് റുദർഫോർഡിന്റെ അറ്റോമിക് മോഡൽ, മറ്റൊന്ന് ബോറിന്റെ അറ്റോമിക് മോഡൽ. അപ്പൊ നമ്മളിപ്പോൾ തോംസൺസ് അറ്റോമിക് മോഡലും റുദർഫോർഡ്സ് അറ്റോമിക് മോഡലുമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ബോറിന്റെ അറ്റോമിക് മോഡലിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ ബോറിന്റെ അറ്റോമിക് മോഡലിനെ കുറിച്ച് പിന്നീടേ വരുള്ളൂ. ഇപ്പോൾ തോംസന്റെ അറ്റോമിക് മോഡൽ നോക്കിയേ. എടാ, ഇദ്ദേഹത്തിന്റെ അറ്റോമിക് മോഡലിനെ വിളിക്കുന്ന മറ്റു പേരുകളാണല്ലോ വാട്ടർമെലൺ മോഡൽ. ഓർമ്മയില്ലേടാ? വാട്ടർമെലൺ മോഡൽ എന്നോ, അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ എന്നോ, അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മോഡൽ എന്നോ പേര് വിളിക്കും. അപ്പോൾ ഒരു വാട്ടർമെലണിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഇതാ ഇങ്ങനെ കുരു കിടക്കുന്നത് പോലെ, സീഡുകൾ കിടക്കുന്നത് പോലെ റാൻഡം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് കിടക്കുന്നത് എന്നതാണ് തോംസണിന്റെ അറ്റോമിക് മോഡലിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്ലം പുഡിംഗ് മോഡലിനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഇലക്ട്രോൺസ് ആർ റാൻഡംലി അറേഞ്ച്ഡ് ഓർ എംബഡഡ്. ആ വാക്കതാണ്, അദ്ദേഹം ഉപയോഗിച്ച വാക്കതാണ് എംബഡഡ്, കുടുങ്ങിക്കിടക്കുക എന്നാണ് അർത്ഥം. ഇൻ എ സീ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസ്. പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണിന്റെ കടലിന്റെ ഉള്ളിൽ, പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണിന്റെ കടലിന്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് അർത്ഥം. ഓക്കെ അല്ലടാ? ഇനി കുറച്ച് ഡൗട്ടുകളൊക്കെ വന്നതുണ്ട്. സാർ ആനോഡ് റേ ചോദിക്കുമോ? എടാ, ആനോഡ് റേ ചോദിക്കാം. 95% ചോദിക്കുക കാഥോഡ് റേ ആണ്. ഒരു 5% ആനോഡ് റേ ചോദിച്ചാലായി. E/M റേഷ്യോ എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടുമോ? E/M റേഷ്യോ എന്ന് മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടൂല. E/M റേഷ്യോ ഓഫ് കാഥോഡ് റേ ഈസ് കോൺസ്റ്റന്റ് എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടാതിരിക്കുകയുമില്ല. പ്രോബ്ലം ചെയ്യും എടാ, പ്രോബ്ലം ചെയ്യും കേട്ടോ. ഇതിന്റെ ഉള്ളിൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓക്കെ, ഒരുത്തന് പ്ലം പുഡിംഗ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴേക്കും ആക്രാന്തം മുത്തു. റുദർഫോർഡിന്റെ അറ്റോമിക് മോഡൽ. ഡിപ്ലോമ വഴി കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുമോ? അറിയില്ല കേട്ടോ, അറിയില്ല. ഇപ്പം അതിനെക്കുറിച്ചുള്ള ചർച്ചയല്ല. റുദർഫോർഡ്സ്, അത് നിങ്ങൾ കരിയറുമായി ബന്ധപ്പെട്ട് മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം, വിവരമുള്ളവരോട് ചോദിക്കാം. റുദർഫോർഡിന്റെ അറ്റോമിക് മോഡലാണ്. പ്ലീസ്, ഇനി നമുക്ക് കെമിസ്ട്രി സംസാരിക്കാം. നോക്കിയടാ, റുദർഫോർഡിന്റെ അറ്റോമിക് മോഡലിൽ അദ്ദേഹത്തെ വഴി നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്? നമുക്കറിയാം, ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. നിങ്ങളിപ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നന്നായി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ കേട്ടാൽ മതി. എടാ, ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു. ഈ ഗോൾഡ് ഫോയിലിന്റെ പ്രത്യേകത എന്താണെന്ന് ശരിക്കും ചിന്തിക്കണേ. ചില കുട്ടികൾ ഇതൊന്നും അറിയാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിച്ചു വെക്കുകയാണ്. ഞാനൊരു കടലാസ് എടുത്ത് കാണിച്ചു തരാം. എടാ, വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കുകയാണ്. ഇതാണ് ഗോൾഡ് ഫോയിൽ എന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കുക. ഈ ഗോൾഡ് ഫോയിലിന്റെ പ്രത്യേകത എന്താ പറയുക നിങ്ങൾക്ക്? ഈ ഗോൾഡ് ഫോയിൽ 1 അറ്റോമിക് തിക്നെസ്സേ ഉള്ളൂ. അതൊന്നും ചിലർക്ക് അറിയില്ല, വെറുതെ പഠിച്ചിങ്ങനെ പോയതാ. ഇതൊന്ന് കേട്ടോട്ടോ. ഈ ഗോൾഡ് ഫോയിലിന് ഒരു ആറ്റത്തിന്റെ തിക്നെസ്സേ ഉള്ളൂ. അതായത് 2 ആറ്റം അട്ടിക്ക് വരുന്നില്ല. അപ്പൊ ഇതിലൂടെ ഒരു ആൽഫ റേ കടന്നു പോയാൽ അത് എത്ര ആറ്റത്തിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്? പറ, 1 ആറ്റത്തിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുള്ളൂ. മനസ്സിലായല്ലോ? കാര്യം ഇതിന്റെ തിക്നെസ് 1 ആറ്റത്തിന്റെ തിക്നെസ്സേ ഉള്ളൂ. 2 ആറ്റം അട്ടിക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഒരു ആൽഫ റേ ഇങ്ങോട്ട് കടത്തി വിട്ടാൽ, ഒരു സൂചി നൂലും ഇങ്ങോട്ട് കോർത്താൽ അതൊരു ആറ്റത്തിന്റെ ഉള്ളിൽ കൂടെ മാത്രമേ കടക്കുന്നുള്ളൂ, 2 ആറ്റങ്ങളുടെ ഉള്ളിൽ കൂടെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലൂടെ പാസ് ചെയ്യുന്ന ആൽഫ റേക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, തടസ്സം ഫീൽ ചെയ്യുകയാണെങ്കിൽ, അതൊരു ആറ്റത്തിന്റെ ഉള്ളിലുള്ള തടസ്സമാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അയാൾ കണ്ട കാഴ്ചകൾ എന്താ? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഒരു ഡീവിയേഷനും ഇല്ലാതെ കടന്നുപോയി എന്നതാണ് അദ്ദേഹം കണ്ട കാഴ്ച. അപ്പൊ അയാൾക്ക് എന്ത് മനസ്സിലായി? ഒരു ആറ്റത്തിന്റെ ഉള്ളിലുള്ള മേജർ സ്പേസും എംപ്റ്റി ആണ് എന്ന് മനസ്സിലായി. ഒഴിഞ്ഞിടക്കാണ്. അതാണ് ആൽഫ റേ വന്നപ്പോൾ യാതൊരു പ്രയാസവും ഇല്ലാതെ ഇതിലൂടെ കയറി ഇറങ്ങാൻ പറ്റിയത്. മനസ്സിലായല്ലോ? എന്നതുപോലെ അയാൾ കണ്ട രണ്ടാമത്തെ കാഴ്ച, സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഡീവിയേറ്റഡ് ഇൻ സ്മോൾ ആംഗിൾസ്. പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ കാഴ്ച, മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ വിത്തൗട്ട് എനി ഡീവിയേഷൻ കടന്നുപോയി. രണ്ടാമത്തത്, സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റഡ് ഇൻ സ്മോൾ ആംഗിൾസ്. മൂന്നാമത്തെ കാഴ്ച, വെരി ഫ്യൂ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്. പോയതിൽ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്തു? ബൗൺസ് ചെയ്തു തിരിച്ചു വന്നു. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ 3 കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ 3 കാര്യങ്ങൾ. ഒന്ന്, ശരിക്ക് പഠിച്ചു വെച്ചോ. ഒന്നാമത്തെ കാര്യം ഏതാണ്?
മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഒരു ആറ്റത്തിന്റെ ഉള്ളിലുള്ള മെജോറിറ്റി സ്പേസും വെറുതെ കിടക്കുകയാണ്. രണ്ടാമത് അയാൾക്ക് മനസ്സിലായത് ന്യൂക്ലിയസിനെ കുറിച്ചാണ്. മനസ്സിലാക്കി വെച്ചോ, ന്യൂക്ലിയസിനെ കുറിച്ചാണ്. എന്താ ന്യൂക്ലിയസിനെ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായത്? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനെ കുറിച്ചാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞത്. ദർ ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് കോൺസെൻട്രേറ്റഡ് മാസ് അറ്റ് സെന്റർ ഓഫ് ആറ്റം കോൾഡ് ന്യൂക്ലിയസ്. ചിന്തിക്ക്, ദർ ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് കോൺസെൻട്രേറ്റഡ് മാസ് അറ്റ് ദി സെന്റർ ഓഫ് ആറ്റം കോൾഡ് ന്യൂക്ലിയസ്. ദർ ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ്, പോസിറ്റീവ് ചാർജ് ഉള്ള കോൺസെൻട്രേറ്റഡ് മാസ്, ആ ആറ്റത്തിന്റെ മൊത്തം മാസും കോൺസെൻട്രേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു റീജിയൺ ഉണ്ട്. ആ റീജിയനെ വിളിക്കുന്ന പേരാണ് എന്ത് പറ? ന്യൂക്ലിയസ്. ഇതാണ് അദ്ദേഹത്തിന് മനസ്സിലായ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഭയങ്കര സിമ്പിൾ ആണ്. സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇങ്ങനെ ചിന്തിക്കുക, ആറ്റത്തിന്റെ സൈസിനും ന്യൂക്ലിയസിന്റെ സൈസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്താൽ ന്യൂക്ലിയസിന്റെ സൈസിന്റെ 1,00,000 ഇരട്ടി വലുതാണ് ആറ്റം. ഞാൻ വെറുതെ തള്ളിയതല്ല, അതങ്ങനെയാണ്, കണക്ക് അങ്ങനെയാണ്. ന്യൂക്ലിയസിന്റെ സൈസിന്റെ 1,00,000 ടൈംസ് വലുതാണ് ആര് പറ? ആറ്റം എന്നോർത്തോളണം. മനസ്സിലായല്ലോ? സാറിന്റെ ജോബ് എന്താ? കെമിസ്ട്രി പഠിപ്പിക്കാൻ വന്ന എന്നോട് എൻ്റെ ജോബ് എന്താണ്? ഡ്രോബാക്സ് ഓഫ് റുദർഫോർഡ്സ് അറ്റോമിക് മോഡൽ. ഡ്രോബാക്സ് ഓഫ് റുദർഫോർഡ്സ് അറ്റോമിക് മോഡൽ. റുദർഫോർഡിന്റെ അറ്റോമിക് മോഡലിന്റെ പരിമിതികൾ, പോരായ്മകൾ നിങ്ങൾക്കറിയാം. റുദർഫോർഡ് എന്തു പറഞ്ഞിട്ടില്ല? ഒരു ഇലക്ട്രോണിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പഠിച്ചല്ലോ. രണ്ടാമത്തത്, ഹി കുഡിന്റ് എക്സ്പ്ലെയിൻ ദി ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. അതായത് ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ ഡിഫറെന്റ് എനർജി ലെവലുകൾ, ഡിഫറെന്റ് ഓർബിറ്റലുകൾ ഉണ്ട്. ഓരോ ഇലക്ട്രോണിനും ഡിഫറെന്റ് എനർജിയാണ്. ഇങ്ങനെ ഇലക്ട്രോണിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കാൻ ആർക്ക് പറ്റിയില്ല പറ? റുദർഫോർഡിന് പറ്റിയില്ല. മനസ്സിലായല്ലോ? ശരിക്കും പഠിച്ചു വെച്ചോ. ഓക്കെ, എല്ലാത്തിലും 2 പോയിന്റ് പഠിച്ചാൽ പോരെ സാർ, അല്ലെങ്കിൽ 4 പോയിന്റ് വേണോ? ഡ്രോബാക്ക് 2 പഠിച്ചാൽ മതി. പക്ഷെ പോസ്റ്റുലേറ്റ് നിങ്ങൾ 3 തന്നെ പഠിക്കണം. ഒബ്സർവേഷനും 3 തന്നെ പഠിക്കണം. അതിനിപ്പോൾ 2 ചോദിച്ചെന്നുണ്ടെങ്കിൽ 3 എഴുതണം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ്, ആൻസി പ്രിയ. റൈറ്റ് ദ ക്വസ്റ്റ്യൻ നോക്കിയാൽ, റൈറ്റ് ദി കൺക്ലൂഷൻസ് ഓഫ് റുദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസ് ചെയ്യണോ എന്ന് പറയുന്ന ആൾക്കാരൊന്ന് നോക്കിയേ. റൈറ്റ് ദി കൺക്ലൂഷൻസ് ഓഫ് റുദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. എന്താണ് റുദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ? 3 ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. എന്താണ്? മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഇസ് എംപ്റ്റി. There is a positively charged concentrated mass at the center of atom called nucleus, and the size of nucleus is very small. Write 2 demerits of Rutherford's atomic model. ഒന്നെന്താ? സ്റ്റെബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ല. അതുപോലെ പറ, ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ കുറിച്ച്, ഇലക്ട്രോണിന്റെ എനർജിയെ കുറിച്ച് സംസാരിക്കാനൊന്നും റുദർഫോർഡിന് പറ്റിയില്ല. വേവ് ലെങ്ത്, ഫ്രീക്വൻസി, വെലോസിറ്റി, വേവ് നമ്പർ. 4 ടേമുകൾ ഞാനിവിടെ പരിചയപ്പെടുത്താണ്. വേവ് ലെങ്തിനെ ലാംഡ എന്നും, ഫ്രീക്വൻസിയെ ന്യൂ എന്നും, വെലോസിറ്റി സി എന്നും, വേവ് നമ്പർ ന്യൂ ബാർ എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുക. ഇതൊന്ന് പഠിച്ചേ, ഇതൊന്ന് സെറ്റാക്കി വെച്ചേ. വേവ് ലെങ്തിന്റെ പേര് സിമ്പൽ ലാംഡ, ഫ്രീക്വൻസി ന്യൂ ആണ്, വെലോസിറ്റി സി ആണ്, വേവ് നമ്പർ ന്യൂ ബാർ ആണ്. ഡീലാണല്ലോ കുഞ്ഞെ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി പഠിച്ചോളണേ. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 3 ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ശരിക്ക് ശ്രദ്ധിച്ചു പഠിച്ചോ. ഒന്നാമത്തെ ഇക്വേഷൻ, ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. നിർബന്ധമായും പഠിക്കണം. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ, ന്യൂ ഈസ് ഈക്വൽ ടു c/λ. ന്യൂ ഈസ് ഈക്വൽ ടു c/λ. ഓക്കെ സാറേ, ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസ് ചാർജ് വാല്യൂ പഠിക്കണോ? പഠിക്കുന്നത് നല്ലതാണ്. അത് അങ്ങനെ തന്നെ പച്ചക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ പല ക്വസ്റ്റ്യനുകളിലും പലപ്പോഴും ചില ചെറിയ രൂപത്തിലൊക്കെ അത് ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാം. മൂന്നാമത്തത്, എനർജി ഈസ് ഈക്വൽ ടു h ന്യൂ. എനർജി ഈസ് ഈക്വൽ ടു h ന്യൂ. ഈ 3 ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചോളണേ. ഒന്നെന്താടാ? ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ, ന്യൂ ഈസ് ഈക്വൽ ടു c/λ, ആൻഡ് തേർഡ് വൺ, എനർജി ഈസ് ഈക്വൽ ടു h ന്യൂ. എല്ലാവരും പെട്ടെന്ന് പഠിച്ചോ. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ, ന്യൂ ഈസ് ഈക്വൽ ടു c/λ, ആൻഡ് എനർജി ഈസ് ഈക്വൽ ടു h ന്യൂ. 3 ഇക്വേഷൻ. എന്താണെടാ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. എൻ്റെ കയ്യിൽ ഒരു ആറ്റം ഉണ്ട്. ആ ആറ്റം ആരാണെന്ന് അറിയോ? പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഈ 3 ഏതോ ഒന്നാണ്. അതിലേക്ക് ഞാനൊരു ബീം ഓഫ് ലൈറ്റ്, ഒരു ലൈറ്റ് വന്ന് ഇടിക്കുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു. ആ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്നുള്ളത് ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. എന്താണ്? വെൻ എ ബീം ഓഫ് ലൈറ്റ്
hit on the surface of elements like potassium, rubidium and cesium, electrons are emitted. This phenomenon is called photoelectric effect. ഒന്നുകൂടെ പറയട്ടെ. When a beam of light hit on the surface of elements like potassium, rubidium and cesium, electrons are emitted. This phenomenon is called photoelectric effect. പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലെയുള്ള എലമെന്റുകളിലേക്ക് ഒരു ബീം ഓഫ് ലൈറ്റ് വന്നിടിക്കുമ്പോൾ അവിടെ എന്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺസ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ ഇലക്ട്രോണുകളെ പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണെന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ സമയത്തുള്ള കുറച്ച് പ്രോപ്പർട്ടികൾ. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഞാൻ പറയുന്നത് കേട്ടോളണേ, നിങ്ങൾ ഇങ്ങനെ കേട്ട് വിട്ടാൽ മതി. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ആറ്റത്തിലേക്ക് ലൈറ്റ് വന്ന് ഇടിച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടല്ല ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നത്. അതായത് ആറ്റത്തിലേക്ക് ലൈറ്റ് വന്ന് ഇടിക്കുന്ന അതേ സമയത്ത് തന്നെ ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ഹിറ്റിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ. there is no time lag between hitting of light and emission of electron. ലൈറ്റ് വന്ന് ഇടിക്കുന്നതിനും ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നതിനും ഇടയിൽ ടൈം ലാഗ് ഒന്നുമില്ല. രണ്ടാമത്തത് കേട്ടോട്ടെ, 2 വാക്കുകൾ ഞാൻ പറയാണ്. 2 വാക്ക് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളണേ. 2 വാക്ക്. ഒന്ന് ഏതാണെന്ന് അറിയോ? ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, 2 ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇവിടെ ഞാൻ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ തൽക്കാലം ഞാൻ ഈ പറയുന്നത് കേൾക്ക്. ഒന്നെന്താണടാ? ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, 2 ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. കേട്ടോട്രാ. എടാ, ഒരു ലൈറ്റ് വന്നിടിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് ചാടുന്നില്ലേ? ആ ചാടിയ ഇലക്ട്രോണിന്റെ എനർജി നമ്മൾ കൈനറ്റിക് എനർജി എന്നാ പേര് പറയാ. ശ്രദ്ധിക്കണേ, ഒരു ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരുന്നുണ്ട്, ആ ഇലക്ട്രോണിന്റെ എനർജിയെ നമ്മൾ കൈനറ്റിക് എനർജി എന്നാണ് പേര് പറയാ. ആ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ശരിക്കും കേൾക്കണേ, കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഫ്രീക്വൻസി ഓഫ് ലൈറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന് ഇൻഡിപെൻഡന്റ് ആണ്. 2 കാര്യം. വെൻ എ ബീം ഓഫ് ലൈറ്റ് ഹിറ്റ് ഫോളെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നോക്കിയടാ, ഫ്രീക്വൻസി എന്നൊരു വാക്കും ഇൻറ്റൻസിറ്റി എന്നൊരു വാക്കും ഓർത്ത് വെച്ചോളണം. ഫ്രീക്വൻസിക്ക് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഇൻറ്റൻസിറ്റിക്ക് കൈനറ്റിക് എനർജി ഇൻഡിപെൻഡന്റ് ആണ്. എങ്ങനെ ഓർക്കും ഈ 2 എണ്ണം? എങ്ങനെ ഓർക്കും? ശരിക്കും നോക്കിക്കേടാ, ഇന്റൻസിറ്റി ഇൻഡിപെൻഡന്റ് എന്ന് ഓർക്കുക. സിമ്പിൾ അല്ലേ? ഇന്റൻസിറ്റിയിൽ ഇന്നുണ്ടല്ലോ, ഇൻഡിപെൻഡന്റിലും ഇന്നുണ്ടല്ലോ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് അതിന്റെ വാല്യൂ കളയുന്നില്ല. ഇന്റൻസിറ്റി ഇൻഡിപെൻഡന്റ് ആണെന്ന് ഓർക്കുക. അപ്പൊ ഇന്റൻസിറ്റി ഇൻഡിപെൻഡന്റ്, വിച്ച് മീൻസ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ്, കൈനറ്റിക് എനർജി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്രീക്വൻസി എന്ന് ഓർക്കുക. ഫ്രീക്വൻസി കൂട്ടിയാൽ കൈനറ്റിക് എനർജി കൂടും. അതിൽ മുബാറക്കെ പഠിച്ചോ, ഫ്രീക്വൻസി കൂട്ടിയാൽ കൈനറ്റിക് എനർജി കൂടും, പക്ഷെ ഇന്റൻസിറ്റി കൂടിയാൽ കൈനറ്റിക് എനർജിക്ക് ഒരു കോപ്പും സംഭവിക്കില്ല. പഠിച്ചില്ല കുഞ്ഞെ? അടുത്തത് വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറുകളിൽ എല്ലായ്പ്പോഴും കാണുന്നതാണ്. റൈറ്റ് എനി 2 ഇമ്പോർട്ടന്റ് റിസൾട്ട്സ് ഒബ്സർവ്ഡ് ഡ്യൂറിംഗ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നമ്മളിപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങൾ ഓക്കെ അല്ലേടാ? ത്രെഷോൾഡ് ഫ്രീക്വൻസി കൈനറ്റിക് എനർജിയുമായി ബന്ധപ്പെട്ട് നോക്കിക്കേടാ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ശരിക്കും പഠിച്ചോ മോനെ? ഒരു ഇക്വേഷൻ ആണ്, എനർജി ഈസ് ഈക്വൽ ടു W0 + KE. ഒന്നാമത്തെ ഇക്വേഷൻ കാണാതെ പഠിക്കടാ, എനർജി ഈസ് ഈക്വൽ ടു W0 + KE. രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്, കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ H × nu - nu0. പഠിച്ചടാ, H × nu - nu0 കാണാതെ പഠിക്കൂ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു H × nu - nu0. ഇവിടെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, ത്രെഷോൾഡ് ഫ്രീക്വൻസി ഫോർ എ മെറ്റൽ 7 × 10⁻14 ആണ്. കാൽക്കുലേറ്റ് ദി കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ശരിക്കും ശ്രദ്ധിച്ചു കാണുക. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു H × nu - nu0 എന്നല്ലടാ ഞാനിപ്പോൾ ഇക്വേഷൻ പഠിപ്പിച്ചത്. എച്ചിന്റെ വാല്യൂ എന്താ? എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 6.6 × 10⁻34 എന്നാണെന്നും നമുക്കറിയാം. ന്യൂ മൈനസ് ന്യൂ 0. വാട്ട് ഈസ് ന്യൂ? ന്യൂ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ ഫ്രീക്വൻസിയാണ്. അത് എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? ലൈറ്റിന്റെ ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട് 1 × 10⁻15 ആണ്. നോക്കിക്കേടാ, 1 × 10⁻15 മൈനസ് ന്യൂ 0 എന്ന് പറഞ്ഞാൽ എന്താടാ? ന്യൂ 0 എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നല്ലേടാ. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടില്ലേ? പച്ചക്ക് തന്നിട്ടില്ലേ? 7 × 10⁻14 എന്നല്ലേടാ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഈ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം. എങ്ങനെ ചെയ്യണം? കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യണം. എവിടെ?
പബ്ലിക് എക്സാമിന്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ തിയറി, ക്വാണ്ടം തിയറി ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ചാൽ അത്ര പബ്ലിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ജസ്റ്റ് അതിനെക്കുറിച്ച് ഒരു ഓവറോൾ ധാരണ ഉണ്ടായാൽ മതി. 6.6 into 10⁻³ into 1 into 10⁻15 minus 7 into 10⁻14. കാൽക്കുലേറ്റർ എടുക്കുക, ഞെക്കുക. അതല്ലാതെ ചെയ്യാൻ അറിയാവുന്നവർ ചെയ്യുക. പബ്ലിക് എക്സാമിന് മാത്രമാണ് കാൽക്കുലേറ്റർ. ഇത് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കരുത് പിന്നീട്. കാരണം എൻട്രൻസ് പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് നിങ്ങളുടെ മാത്സ് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മരിക്കാതിരിക്കാൻ കാൽക്കുലേറ്ററിനെ നിങ്ങൾ കുഴിച്ചിട്ടോളണം. നോക്കിക്കോ, ആൻസർ ഇങ്ങനെ വരും. 19.6 into 10⁻14, 19.8 into 10⁻14 എന്ന ആൻസർ വരും. നോക്കിക്കേടാ, നമ്മൾ കണ്ടത് കൈനറ്റിക് എനർജി അല്ലേ? എനർജി ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? പറ, ജൂൾ ആയിരിക്കും. പഠിച്ചല്ലോ. അപ്പൊ ഈ ഇക്വേഷൻ ആണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ടത്. കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ H into nu minus nu 0. 6.6 എന്ന് എഴുതിയാലും മതി, 6.626 എന്നാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ. ഓർത്ത് വെച്ചോളണേ. മെൻഷൻ ടു ഒബ്സർവേഷൻ വിച്ച് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. എടാ പൊന്നുമക്കളെ, ശരിക്കൊന്ന് ശ്രദ്ധിച്ചു പഠിച്ചോ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, വേവ് നേച്ചറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രണ്ട് പ്രോപ്പർട്ടിയുടെ പേര് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇതേ സാധനം പച്ചക്ക് ചോദിക്കും, ഒരു മാറ്റം ഇല്ലാതെ ചോദിക്കും. ഇതിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചും മറിച്ചും കാര്യങ്ങൾ മാറ്റാനുണ്ടെങ്കിലേ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുള്ളൂ. അതിന്റെ ആവശ്യമില്ല. ശരിക്ക് പഠിച്ചു വെച്ചോ. ഇനിയും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് പൊന്നുമോനെ ശ്രദ്ധിക്കടാ, രണ്ട് ടൈപ്പ് നേച്ചർ ഉണ്ട്. ഒന്നാമത്തെ നേച്ചറിന്റെ പേരാണ് വേവ് നേച്ചർ, രണ്ടാമത്തെ നേച്ചറിന്റെ പേരാണ് പാർട്ടിക്കിൾ നേച്ചർ. അതിന്റെ പാർട്ടിക്കിൾ നേച്ചറിന്റെ പ്രൂഫ് ഞാൻ പറയാണ്. പ്രൂഫ് ഫോർ പാർട്ടിക്കിൾ നേച്ചർ കേൾക്കടാ. പ്രൂഫ് ഫോർ പാർട്ടിക്കിൾ നേച്ചർ. പാർട്ടിക്കിൾ നേച്ചറിനുള്ള പ്രൂഫ് ഒന്ന്, രണ്ട് വാക്ക് പഠിച്ചു വെച്ചോ. ഒന്ന്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ആരാടാ പറ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിച്ചേക്കണേ. രണ്ട്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. പറഞ്ഞടാ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെച്ചോ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ശരിക്ക് പഠിച്ചു വെച്ചോ. പൊന്നുമോനെ, ഇത് ക്വസ്റ്റ്യൻ വരും. ഇതേ സാധനം വീണ്ടും 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 ചോദിക്കും. അപ്പോഴെല്ലാം ഇതേ സാധനം വീണ്ടും 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 നമ്മൾ പറയും. ഒരു വേവ് നേച്ചറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രണ്ട് പ്രോപ്പർട്ടി പറ എന്ന് നിന്നോട് ചോദിച്ചാൽ പഠിച്ചു വെച്ചോളണം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് പറ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഡീലാണല്ലോ കുഞ്ഞെ. എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എടാ, ഒരു ഇലക്ട്രോൺ ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ലോവർ എനർജിയിൽ കിടക്കുന്ന ഒരു ഇലക്ട്രോണിന് ഹയർ എനർജിയിലേക്ക് പോകണമെങ്കിൽ സം എമൗണ്ട് ഓഫ് എനർജി ആൾ അബ്സോർബ് ചെയ്യണ്ടേ? അവിടെ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? പറ, അബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹയർ എനർജിയിൽ കിടക്കുന്ന ഒരു ഇലക്ട്രോണിന് ലോവർ എനർജിയിലേക്ക് വരണമെങ്കിൽ, ഹയർ എനർജിയിൽ കിടക്കുന്ന ഇലക്ട്രോണിന് ലോവർ എനർജിയിലേക്ക് വരണമെങ്കിൽ അവിടെ അയാൾ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. പഠിച്ചോളനെ. അബ്സോർബ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ അബ്സോർബ് ചെയ്യുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എമിറ്റ് ചെയ്യുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് പറ എമിഷൻ സ്പെക്ട്രം. അപ്പൊ എമിഷൻ സ്പെക്ട്രം എന്താണെന്ന് ശരിക്കും പഠിച്ചു വെച്ചോ. when an electron transmits from higher energy to lower energy level, some amount of energy is emitted. This emitted amount of energy is called emission spectrum. Deal or no deal? മനസ്സിലായില്ലേ? എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് നിന്നോട് ചോദിച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞോളണം. when an electron transmit from lower energy level to higher energy level, തിരിച്ചു നടന്നാൽ some amount of energy is absorbed. അവിടെ എനർജിയെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക. ആ എനർജിയെ, this absorbed amount of energy is called പറ, this absorbed amount of energy is called absorption spectrum. ഡീലാണല്ലോ കുഞ്ഞെ. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. അതിൽ ആദ്യം നിങ്ങൾ പഠിക്കാനുള്ളത് റിഡ്ബർഗ് ഇക്വേഷൻ ആണ്. മരിച്ചാലും മറക്കരുതാത്ത ഇക്വേഷൻ ആണ് റിഡ്ബർഗ് ഇക്വേഷൻ. എന്താണ്? RH into 1/n final square minus 1/n initial square സെന്റിമീറ്റർ ഇൻവേഴ്സ്. മറക്കരുതേ മോനെ, പരീക്ഷയ്ക്ക് ചോദിക്കും മോനെ. മരിച്ചു ചെന്നാലും ഞാൻ അവിടെ കാണുമ്പോൾ നിന്നോട് ഇത് ചോദിക്കും. റിഡ്ബർഗ് ഇക്വേഷൻ പഠിപ്പിച്ചില്ലായിരുന്നോ? ഇനി പറ എന്ന് പറയും. പഠിച്ചേടാ. RH into 1/n final square minus 1/n initial square സെന്റിമീറ്റർ ഇൻവേഴ്സ്. ആരാണ് RH? RH എന്ന് പറഞ്ഞാൽ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. ആ റിഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇങ്ങനെയാണ്. RH is equal to 109677 സെന്റിമീറ്റർ ഇൻവേഴ്സ്. 109677 ന്യൂ ബാർ വീണ്ടു വെട്ടോ എന്ത് ദാ 109677 109677 സെന്റിമീറ്റർ ഇൻവേഴ്സ്. നോക്കിക്കേടാ,
ഒരു 5 പേര് ഞാൻ പറയാണ്. അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന്റെ ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കൻ സീരീസ്, ഫണ്ട് സീരീസ്, 5 പേരിൽ ചിലപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക, ഏതെങ്കിലും 4 എമിഷൻ സ്പെക്ട്രത്തിന്റെ പേര് പറ. ഏതാടാ എമിഷൻ സ്പെക്ട്രത്തിന്റെ പേര് പറ? ലൈമാൻ പഠിച്ചോ, ബാമർ പഠിച്ചോ, പാഷൻ പഠിച്ചോ, ബ്രാക്കറ്റ് ആൻഡ് ലാസ്റ്റ് വൺ ആരടാ? ഫണ്ട്. ഡീലാണല്ലോ മോനെ. അടുത്ത നോക്കിക്കേടാ, ബോറിന്റെ അറ്റോമിക് മോഡലിൽ വളരെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതാ കേട്ടോ. ഒന്നാമത്തെ കാര്യം ശരിക്കും ഹൃദയം കൊണ്ട് കേട്ടോളണേ മോനെ. ഒരു ഇലക്ട്രോണ് ഒരു ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം, ആ ഇലക്ട്രോണിന്റെ എനർജി കോൺസ്റ്റന്റ് ആണ്. ആ ഇലക്ട്രോണിന്റെ എനർജി എന്താണ് പറ? കോൺസ്റ്റന്റ് ആണ്. ഡീലല്ലേ കുഞ്ഞെ? എടാ, ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം പറ, ആ ഇലക്ട്രോണിന്റെ എനർജി എന്താണെന്ന് പറ? കോൺസ്റ്റന്റ് ആണ്. ഡീലാണല്ലോ. ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു, എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ ആൻ ഓർബിറ്റ് ഈസ് കോൺസ്റ്റന്റ്. രണ്ടാമത്തത്, എനർജി ഓഫ് ഇലക്ട്രോൺ എപ്പോഴാ ചേഞ്ച് ചെയ്യുക? ഒരു ഇലക്ട്രോണിന്റെ എനർജി എപ്പോഴാ ചേഞ്ച് ചെയ്യുക? ഓൺലി ഇഫ് ഇലക്ട്രോൺ ചേഞ്ചസ് ഇറ്റ്സ് ഓർബിറ്റ്. പഠിച്ചോ? ഒരു ഇലക്ട്രോൺ അയാളുടെ ഓർബിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ അയാളുടെ എനർജി മാറുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ അതേ സാധനത്തെ മറ്റു രൂപത്തിലേക്ക് ആക്കിയതാണ്. പഠിച്ചില്ലേ? പഠിച്ചേടാ. എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ ആൻ ഓർബിറ്റ് ഈസ് കോൺസ്റ്റന്റ്. രണ്ടാമത്തത് എന്താ പറ? എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ചേഞ്ചസ് ഓൺലി ഇഫ് ദി ഇലക്ട്രോൺ ചേഞ്ചസ് ഇറ്റ്സ് ഓർബിറ്റ്. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ആംഗുലാർ മൊമെന്റം. ആരടാ? ആംഗുലാർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. ഈ വാക്ക് ചിന്തിക്കണേ, ക്വാണ്ടൈസ്ഡ്. എന്താ മക്കളെ ക്വാണ്ടൈസ്ഡ് എന്ന വാക്കിനർത്ഥം? എന്താണ് മോനെ ക്വാണ്ടൈസ്ഡ് എന്ന വാക്കിനർത്ഥം? ഒന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് നിങ്ങൾ ക്വാണ്ടൈസ്ഡ് എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കിയത് എന്നൊന്ന് എന്നോട് പറ. ക്വാണ്ടൈസ്ഡ് എന്ന വാക്കുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നൊന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ എനിക്ക് മനസ്സിലാകും നിങ്ങൾക്ക് അത് അറിയോ അറിയില്ലേ എന്നുള്ളത്. അത് അറിയില്ലെങ്കിൽ കൃത്യമായിട്ട് ഞാൻ അത് പറഞ്ഞു തരും. ശരിക്കും ശ്രദ്ധിച്ചു കണ്ടോ. ഇതാ ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോട്ടോടാ, 4 ടൈംസോ അതൊന്നല്ല, ഇതാ മൾട്ടിപ്പിൾ, ഒരു ചെറിയ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ, കൺസേർവ്ഡ്, കോൺസ്റ്റന്റ്. ഇതാ ഞാൻ പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിച്ചോട്ടാ. എടാ, ഒരു വാല്യൂ ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞാലേ അതിനർത്ഥം അതിനൊരു മിനിമം വാല്യൂ ഉണ്ട്, ബാക്കിയുള്ള വാല്യൂസ് എല്ലാം അതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഇതാ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന കാര്യം ആണ്, ഒരു വീട്ടിലുള്ള കുട്ടികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ, ഒരു വീട്ടിൽ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് എ 2, ബി 19, സി 3.5, ഡി 4. ഇത് കണ്ടാൽ തന്നെ അറിയില്ലേടാ, ഇതിലേതോ ഒരു വാല്യൂ ആൻസർ ആവാൻ സാധ്യതയില്ല. അതേതാ? 2 എന്നതാണോ, 19 എന്നതാണോ, 3.5 എന്നതാണോ, 4 എന്നതാണോ ഇവിടെ ആൻസർ ആവാൻ സാധ്യതയില്ലാത്തത് എന്നൊന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും, ഇവിടെ ഒരിക്കലും 3.5 എന്നുള്ളത് ഒരു ആൻസർ ആവില്ലല്ലോ. ഒന്ന് മെനക്കെട്ടാ ചിലപ്പോൾ ബി ഒക്കെ ആൻസർ ആവാലോ, പക്ഷെ സി ഒരിക്കലും ആൻസർ ആവില്ല. കാരണം എന്താ? കുട്ടികളുടെ എങ്ങനെയാടാ 3.5 ആവുക? അപ്പൊ എന്തായാലും 2 കഴിഞ്ഞാൽ പിന്നെ 3 കഴിഞ്ഞാൽ പിന്നെ 4 കഴിഞ്ഞാൽ 5, അങ്ങനെയല്ലേടാ കുട്ടികളുടെ എണ്ണം ഉണ്ടാവുള്ളൂ. അതിനർത്ഥം എന്താ അറിയോ? കുട്ടികളുടെ എണ്ണം ക്വാണ്ടൈസ്ഡ് ആണ്. കുട്ടികളുടെ എണ്ണം എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. അതിനെല്ലാ വാല്യൂസ് ഒന്നും ആപ്ലിക്കബിൾ അല്ല, എല്ലാ വാല്യൂസ് ഒന്നും പറ്റില്ല. പറ്റുന്ന വാല്യൂസ് ഉണ്ട്, അത് മാത്രമേ പറ്റുള്ളൂ. അതുപോലെയാണ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിന്റെ മിനിമം വാല്യൂ എത്രയാണെന്ന് അറിയോ? h/2π. ആംഗുലാർ മൊമെന്റത്തിന്റെ മിനിമം വാല്യൂ എത്രയാണ് പറ? h/2π. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം ഇതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ ആംഗുലാർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ nh/2π കാണാതെ പഠിക്ക്. ആംഗുലാർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ L = nh/2π പഠിച്ചു വെച്ചോ. nh/2π. ഡീലല്ലേ കുഞ്ഞെ? ഡീലല്ലേ മോനെ? പഠിച്ചു വെച്ചോളനെ. ആംഗുലാർ മൊമെന്റം nh/2π. ലിമിറ്റേഷൻസ് ഓഫ് ബോർസ് അറ്റോമിക് മോഡൽ. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റുലേറ്റ് ആണോ ഡ്രോബാക്ക് ആണോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ കുറച്ചേരായി കമന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മോനെ പഠിച്ചു വെച്ചോ, ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രോബാക്ക് ആണ്, പോരായ്മകളാണ്. പഠിച്ചോളനെ മോനെ. ലിമിറ്റേഷൻസ് ഓഫ് ബോർസ് അറ്റോമിക് മോഡൽ 3-4 ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഏതെങ്കിലും ഒക്കെ പഠിച്ചു വെച്ചോട്ടോ, 2 നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോ. ഇറ്റ് വാസ് എനേബിൾ ടു എക്സ്പ്ലെയിൻ ദി സ്റ്റാർക്ക് എഫക്റ്റ് ആൻഡ് സീമൻ എഫക്റ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഏതാടാ? സ്റ്റാർക്ക് എഫക്റ്റും സീമൻ എഫക്റ്റും പറയാൻ ആർക്ക് പറ്റിയില്ല? പറ.
സ്റ്റാർക്ക് എഫക്റ്റും സീമൻ എഫക്റ്റും പറയാൻ ബോറിന് പറ്റിയില്ല എന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ ആണ്. സ്റ്റാർക്ക് എഫക്റ്റ് എന്താ, സീമൻ എഫക്റ്റ് എന്താ എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. പഠിച്ചു വെച്ചോളണേ. അപ്പൊ സ്റ്റാർക്ക് എഫക്റ്റ് എന്താ, സീമൻ എഫക്റ്റ് എന്താന്ന് ആര് പറഞ്ഞില്ല? ബോർ പറഞ്ഞില്ല. രണ്ടാമത്തത്, ഈ ബോറിന്റെ അറ്റോമിക് മോഡൽ ആർക്ക് മാത്രം ആപ്ലിക്കബിൾ ആണ്? ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസുകൾക്ക് മാത്രം ആപ്ലിക്കബിൾ ആണ്. ഹൈഡ്രജൻ അല്ലാത്ത മറ്റു സ്പീഷീസുകൾക്ക് ബോറിന്റെ അറ്റോമിക് മോഡൽ പറയാൻ പറ്റില്ല. ഹൈഡ്രജൻ അല്ലാത്ത മോളിക്യൂൾസിന്, ആറ്റംസിന് ബോറിന്റെ അറ്റോമിക് മോഡൽ ആപ്ലിക്കബിൾ അല്ല. അത് വല്ലാത്തൊരു പോരായ്മയാണ്. ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസുകൾക്ക് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ഡ്രോബാക്ക് നമ്പർ 1. രണ്ടാമത്തെ ഡ്രോബാക്ക്, ഹി കുഡിന്റ് എക്സ്പ്ലെയിൻ ദി സ്റ്റാർക്ക് എഫക്റ്റ് ആൻഡ് സീമൻ എഫക്റ്റ്. കിട്ടിയല്ലോ മോനെ. അടുത്തത്, റൈറ്റ് ദി പോസ്റ്റ്ലേറ്റ് ഓഫ് ബോൾസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. 3 ഞാൻ പറഞ്ഞു തന്നില്ലേ. റൈറ്റ് എനി 2 ഡീമെറിറ്റ്സ് ഓഫ് മോഡൽ. ഞാനിപ്പോൾ പറഞ്ഞു, കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഡ്യുവൽ നേച്ചർ ഓർ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. പൊന്നുമോനെ, അതിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇക്വേഷൻ. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇക്വേഷൻ എങ്ങനെയാണടാ? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി. കാണാതെ പഠിക്ക്. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി. ഓക്കെ. പി എന്ന് പറഞ്ഞാൽ എന്താടാ? പി എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണല്ലോ. മൊമെന്റം. ശ്രദ്ധിക്കണേ പൊന്നുമോനെ. മൊമെന്റം പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എം വി ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം വി എന്ന ഇക്വേഷൻ വരും. ഇറ്റ് ഈസ് ദി ഫൈനൽ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇക്വേഷൻ ശരിക്കും പഠിച്ചു വെച്ചോളണം. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. കാൽക്കുലേറ്റ് ദി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ മൂവിംഗ് വിത്ത് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കേടാ. കാൽക്കുലേറ്റ് ദി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് കാണണം, ലാംഡ കാണണം. ലാംഡ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, എച്ച് ബൈ എം വി ആണ്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6.6 × 10⁻34 എന്നല്ലടാ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ, ഡിവൈഡഡ് ബൈ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9.1 × 10⁻31 ആണെന്നതാ ഇവിടെ തന്നിട്ടുണ്ട്. മാസ് ഓഫ് ഇലക്ട്രോൺ പഠിച്ചില്ലടാ. ഇൻറ്റു വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇവിടെ തന്നിട്ടില്ലടാ. വെലോസിറ്റി എത്രയാണ്? 10 ആണല്ലോ വെലോസിറ്റി. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആ വാല്യൂവിനനുസരിച്ചുള്ള ആൻസർ ചെയ്യുക എന്നത് നമ്മൾ എന്ത് ചെയ്യുക? ശരിക്കും കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഡീലാക്കിയിട്ട് പഠിക്കുക. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം ബി. ഡീലാണല്ലോ. ഇക്വേഷൻ പഠിച്ചു വെച്ചോ. വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേഷൻ ചെയ്യുക. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ദാ നോക്കിയടാ. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നെ നോക്കിയടാ. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, 2 കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ പറ്റില്ല. ഏതാണ് ആ 2 കാര്യം? ഒന്ന് പൊസിഷൻ, 2 എന്താ പറ? മൊമെന്റം. പഠിച്ചു. പൊസിഷൻ ആൻഡ് മൊമെന്റം. പൊസിഷൻ ആൻഡ് മൊമെന്റം cannot be calculated simultaneously. കഴിഞ്ഞടാ. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കഴിഞ്ഞു. എന്താണ്? പൊസിഷൻ ആൻഡ് മൊമെന്റം cannot be calculated simultaneously. ഒരിക്കൽ കൂടി പറ, എന്റെ കൂടെ പറഞ്ഞോളണം. പൊസിഷൻ ആൻഡ് മൊമെന്റം cannot be calculated simultaneously. ഒരു ചെറിയ വാക്ക് അതിന്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് പറഞ്ഞാൽ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ ഫുൾ മാർക്കായി. അതേതാണ്? പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്താണ്? പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിനെ പോലെയുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളുകളുടെ പൊസിഷനും മൊമെന്റവും ഒരുമിച്ച് പറയാൻ പറ്റില്ല എന്നതാണ് ഏത്? ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. പഠിച്ചേടാ. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. പഠിച്ചേ മോനെ. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്ന ഇക്വേഷൻ ആരുടെ ഇക്വേഷൻ ആണ്? മറക്കാതിരിക്കുക. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ ആണ്. അതുമായി ബന്ധപ്പെട്ടതാ ഒരു ക്വസ്റ്റ്യൻ ഇതാ കാണുന്നുണ്ട്. നോക്കിയടാ. സ്റ്റേറ്റ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഗീവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഞാനിപ്പോ പറഞ്ഞു നിർത്തിയ കാര്യം ഒരിക്കൽ കൂടി മനസ്സിലൊന്ന് ആണി അടിച്ചു വെക്ക്. പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് cannot be calculated simultaneously. What will be the wavelength of a ball of mass 0.1 kilogram moving with velocity of 10 meter per second? ആരാണ്? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇക്വേഷൻ ആണ്. എച്ച് ഇവിടെ തന്നിട്ടില്ല. തന്നിട്ടുണ്ട് 6.6 × 10⁻34 ആണ്, ഡിവൈഡഡ് ബൈ മാസ് 0.1 ആണ്, വെലോസിറ്റി 10 ആണ്. എടാ 0.1 × 10 എന്ന് പറഞ്ഞാൽ അത് 1 ആയി പോയില്ലേ?
ആൻഡ് ഫൈനൽ ആൻസർ ഈസ് 6.6 ഇൻറ്റു 10⁻34 എന്ന് മാത്രം വരും. ലാംഡയാണ് ചോദിച്ചത്. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ആണെങ്കിൽ യൂണിറ്റ് മീറ്റർ ആണെന്ന് മറക്കാതിരിക്കുക. ഡീലല്ലേടാ. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഹേസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും 4 സ്പെക്ട്രൽ ലൈനുകളും ഒക്കെ ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം, ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചാണ് അടുത്ത ചർച്ച. പഠിച്ചോടാ. ഒന്നാമത്തെ ക്വാണ്ടം നമ്പറിന്റെ പേരെന്താടാ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പഠിക്ക്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്മോൾ ലെറ്റർ എൻ ആണ്. ഇറ്റ് ഗീവ്സ് ഐഡിയ അബൌട്ട്, എന്തിനെ കുറിച്ചാണ് ഐഡിയ തരിക? ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഒരു ഇലക്ട്രോണിന്റെ ഷെല്ലിനെ കുറിച്ചാണ് ധാരണ തരുന്നത്. പഠിച്ചു വെക്ക്. ഇറ്റ് ഗീവ്സ് ഐഡിയ അബൌട്ട് ഷെൽ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഏതൊക്കെയാണ് ഷെല്ല് എന്ന് നമുക്കറിയാലോ. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, ഇങ്ങനെ 4 ഷെല്ലുകളല്ലേടാ നമുക്കറിയുക. അതിനനുസരിച്ച് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് പറ. കെ ഷെൽ ആണെങ്കിൽ 1, എൽ ആണെങ്കിൽ 2, എം ആണെങ്കിൽ 3, എൻ ആണെങ്കിൽ 4. ഇങ്ങനെ ലടാ വരിക. 1 2 3 4 ഡയറക്റ്റ് അങ്ങോട്ട് എണ്ണിയാൽ മതി. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനെ കുറിച്ച് ധാരണ തരുന്നു എന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കി വെക്ക്. ഷെല്ലിനെ കുറിച്ച്. അതിനനുസരിച്ച് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂവിൽ വരുന്ന മാറ്റം ഒന്ന് ശരിക്കും മനസ്സിലാക്കി വെച്ചോ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എടാ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്തിനെ കുറിച്ചാണ് ധാരണ തരുന്നത്? ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. ആരടാ പറ? ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. മനസ്സിലായല്ലോ. അല്ലെങ്കിൽ സബ്ഷെല്ലിനെ കുറിച്ചാണ് ധാരണ തരുന്നത് എന്ന് മറക്കാതിരിക്കുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ലിനെ കുറിച്ച്, അസിമുത്തൽ ക്വാണ്ടം നമ്പർ സബ് ഷെല്ലിനെ കുറിച്ച്. ഡീലാണല്ലോ. ഇറ്റ് ഓൾസോ ഗിവ്സ് ദി ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തെ കുറിച്ച് ധാരണ തരുന്ന ക്വാണ്ടം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ പറയണേ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്നും പേര് വിളിക്കാറുണ്ട്. എന്താടാ? ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്നും പേര് വിളിക്കാറുണ്ട്. എങ്ങനെയാണ് സബ്ഷെല്ലിനെ കുറിച്ച് ഇയാൾ ധാരണ തരിക? ആരൊക്കെയാണ് സബ്ഷെൽ എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? സബ്ഷെല്ലുകൾ SPDF 4 എണ്ണമാണല്ലോ സബ്ഷെൽ. ഓക്കെ, 4 എണ്ണമാണ് സബ്ഷെൽ. ആ 4 എണ്ണത്തിനനുസരിച്ച് എല്ലിന്റെ വാല്യൂ വരുന്ന മാറ്റം ശ്രദ്ധിക്കണേ. 0 1 2 3. പഠിച്ചോ. നേരത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറഞ്ഞപ്പോ സ്റ്റാർട്ട് ചെയ്ത നമ്പർ നോക്കിയാൽ മതി. 1 തുടങ്ങിയത്. പക്ഷെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ സ്റ്റാർട്ട്സ് ഫ്രം 0. പഠിച്ചു വെക്കണേ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ സ്റ്റാർട്ട്സ് ഫ്രം 0. ശരിക്കും പഠിച്ചു വെച്ചോ. അപ്പൊ എസ് ആണെങ്കിൽ 0 ആണ്, പി ആണെങ്കിൽ 1 ആണ്, ഡി ആണെങ്കിൽ 2 ആണ്, എഫ് ആണെങ്കിൽ 3 ആണ്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് ഓർബിറ്റൽ. ആ സമയത്ത് ഒന്നുകൂടെ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും സ്പിൻ ക്വാണ്ടം നമ്പറും ഭയങ്കര സിമ്പിൾ ആണ്. വളരെ ചെറിയ 2-3 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചർച്ച തീരും. എന്നിട്ട് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും നോഡ് എന്താണെന്നും N+L റൂൾ എന്താണെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് പഠിച്ചേടാ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തിനെ കുറിച്ചാ ധാരണ തരുന്നത്? ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ. പഠിച്ചു വെക്ക്. ആ വാക്ക് ഓർത്ത് വെക്ക്. എന്താണ്? ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ. ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ. ഓർബിറ്റലിന്റെ ഓറിയന്റേഷനെ കുറിച്ചാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ധാരണ തരുന്നത്. ഫോർ എ ഗിവൺ എൽ വാല്യൂ, അതായത് എമ്മിന്റെ വാല്യൂ എത്ര എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എമ്മിന്റെ വാല്യൂ എത്രയാണടാ? എമ്മിന്റെ വാല്യൂ -L to +L. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് -L to +L. അതായത് പി ഷെല്ലാണെന്ന് വിചാരിക്കുക, പി സബ് ഷെല്ലാണെന്ന് വിചാരിക്കുക. പി സബ് ഷെൽ എന്ന് പറഞ്ഞാൽ എല്ലിന്റെ വാല്യൂ 1 അല്ലേ? എല്ലിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എമ്മിന്റെ വാല്യൂ എവിടെ മുതൽ എവിടം വരെ? -1 മുതൽ 0 + 1, -1 മുതൽ +1 വരെയാവും. അപ്പൊ നോക്കിക്കോ, നമ്മുടെ എഫ് സബ് ഷെല്ലാണെന്ന് വിചാരിക്കടാ. എഫ് സബ് ഷെല്ലാണെങ്കിൽ എല്ലിന്റെ വാല്യൂ 3 എന്നല്ലേടാ വരിക. അപ്പൊ എമ്മിന് എന്തൊക്കെ പോസിബിൾ വാല്യൂസ് വരും? -3 മുതൽ +3 വരെയുള്ള എല്ലാവരും. -3, -2, -1, 0 + 1 + 2 + 3. പഠിച്ചില്ലേ? അപ്പൊ എല്ലിന്റെ വാല്യൂ അറിഞ്ഞാൽ എമ്മിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് മനസ്സിലാക്കി വെക്കാം എന്നതാണ് ഇവിടെയുള്ള പ്രത്യേകത. ഓക്കെ, അടുത്തത് സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. ഒരു ഇലക്ട്രോണിന് ഒരു സ്പിൻ ഉണ്ടാവുമല്ലോ. സ്പിൻ എന്ന് പറഞ്ഞാൽ എന്താടാ? കറക്കം എന്നാണ് അർത്ഥം. കറക്കം. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള കറക്കം അല്ല കേട്ടോ സ്പിന്. ഒരു ഇലക്ട്രോൺ അയാളുടെ തന്നെ ആക്സിസിൽ കടന്ന് കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്പിന്. പമ്പരം കറങ്ങുന്നത് പോലെ ഒരു കറക്കമുണ്ട്. ആ കറക്കത്തെ വിളിക്കുന്ന പേരാണ് സ്പിന്. അപ്പോൾ ഒരു ഇലക്ട്രോൺ കറങ്ങുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേ ഇലക്ട്രോൺ കറങ്ങുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഒന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. പഠിച്ചല്ലോ. ആ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് സ്പിന്നിനെ തമ്മിൽ മനസ്സിലാക്കാനാണ് നമ്മൾ സ്പിൻ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുക. സ്പിൻ ക്വാണ്ടം നമ്പറിന് +½ എന്നോ അല്ലെങ്കിൽ -½ എന്നോ എന്ന 2 വാല്യൂസേ വരുള്ളൂ. പ്ലസോ മൈനസോ അല്ലാത്ത മറ്റൊരു +½ എന്നോ -½ എന്നോ അല്ലാത്ത മറ്റേതെങ്കിലും വാല്യൂ വന്നാൽ
ഒഴിവാക്കിക്കോ, ആ ആൻസർ തെറ്റാണ്. കിട്ടിയല്ലോ മോനെ. അപ്പൊ സ്പിൻ ക്വാണ്ടം നമ്പറിന്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്താ? പ്ലസ് ഹാഫ് ഓർ മൈനസ് ഹാഫ്. യൂസിങ് SPDF നൊട്ടേഷൻസ് ഡിസ്ക്രൈബ് ദി ഓർബിറ്റൽസ് വിത്ത് ദി ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ്. എടാ നോക്കിയേടാ, n is equal to 2 ആണ്, L is equal to 1 ആണ്. ശരിക്കും പറഞ്ഞ n is equal to 2 എന്ന് പറഞ്ഞാൽ എല്ലാവരും 2 എന്ന് എഴുതുക. L is equal to 1 എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ടേബിളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 1 ആണെങ്കിൽ ആ ഓർബിറ്റൽ P ആണെന്ന് മറക്കാതിരിക്കുക. അപ്പൊ ഈ ഓർബിറ്റൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? 2P റെപ്രസെന്റ് ചെയ്യുന്നു. n is equal to 3 L is equal to 2 ആണെങ്കിൽ ഏതാണ് ഓർബിറ്റൽ എന്നൊന്ന് പെട്ടെന്ന് കമന്റ് ചെയ്ത എല്ലാവരും. വെരി ഗുഡ്. ശിവാനിയാണ് ആദ്യമായിട്ട് കറക്റ്റ് ആൻസർ പറഞ്ഞത്. അടുത്തത് വെരി ഗുഡ് വെരി ഗുഡ്. വ്യൂവേഴ്സ് ഓഫ് ശരത്ത്. പിന്നാരാ? സന്നിധി പറയുന്നുണ്ട്. സന്നിധി പറഞ്ഞതിൽ ഒരു ചെറിയ മാറ്റം വരുത്തണമെന്ന് സന്നിധി ഒന്ന് ചിന്തിക്കുക. ബിലാലും ഒന്ന് ചിന്തിക്കുക. നോക്കിക്കേടാ, സന്നിധി ഇപ്പൊ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഏതാടാ? 3D ആണ്. 3D ശരിയല്ലേടാ? 3D ആണ്. എന്താ കാര്യം? എന്നിന്റെ വാല്യൂ 3 ആണ്. അപ്പൊ എല്ലാവരും എഴുതി 3 എന്ന് എഴുതി. എല്ലിന്റെ വാല്യൂ ഇവിടെ 2 എന്ന് തന്നിട്ടുണ്ട്. 2 എന്ന് തന്നാൽ ആരാണ് സബ്ഷെല്ല്? പറ. 3D സബ്ഷെല്ലാണ്. ചൂസ് ദി കറക്റ്റ് സെറ്റ്. ഈ 4 എണ്ണത്തിൽ ഏതോ ഒന്നാണ് ശരി, ബാക്കി 3 തെറ്റാണ് നല്ലടാ അർത്ഥം. അപ്പൊ എങ്ങനെയാണ് തെറ്റ് നോയിക്കോട്ടോ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് മനസ്സിൽ അങ്ങോട്ട് ഇട്ട് തരികയാണ്, നിങ്ങൾ അതൊന്ന് ഹൃദയം കൊണ്ട് സ്വീകരിക്കണേ. ഒന്നാമത്തെ കാര്യം ഇതാണ്, എന്നിനും എല്ലിനും ഒരേ വാല്യൂ വരില്ല. എന്താവും ഞാൻ പറഞ്ഞു, നിങ്ങൾ വല്ലതും കേട്ടോ? എന്താ പറഞ്ഞേ? എന്നിനും എല്ലിനും ഒരേ വാല്യൂ വരില്ല. അപ്പൊ നോക്കിക്കേ, എന്നിനും എല്ലിനും ഒരേ വാല്യൂ വരുന്ന ഓപ്ഷൻ ബി ഇവിടെ തെറ്റല്ലേ? ഓപ്ഷൻ ബി ഇവിടെ തെറ്റാണ്. കാര്യം എന്നിനും എല്ലിനും ഇവിടെ ഒരേ വാല്യൂ വന്നു. അടുത്ത നോക്കിക്കേ, എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ -2 ആവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ -1 0 + 1 ഇതിലേതെങ്കിലേ വരുള്ളൂ. അതുകൊണ്ട് ഇത് തെറ്റാണ്. എന്ന പോലെ ഇതും തെറ്റാണ്. എന്തുകൊണ്ട്? എന്നിനും എല്ലിനും ഒരേ വാല്യൂ വരില്ല. ദെൻ ഫൈനൽ ആൻസർ ഈസ് എ. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ ആൻസറും ശരിയാണ്. ക്വാണ്ടം നമ്പർ വിച്ച് ഗീവ്സ് ദി എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. എടാ, ഓരോ ഷെല്ലിലും ഓരോ എനർജിയാണ്. ഷെല്ല് മാറിയാൽ എനർജി മാറും. അപ്പൊ എനർജിയെ കുറിച്ച് ധാരണ തരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഷെല്ലിനെ കുറിച്ച് ധാരണ തരുന്നത് ഏതാണ് എന്ന് ചോദിക്കുന്നതിന് ഇക്വലന്റ് ആണ്. ആരാണടാ ഷെല്ലിനെ കുറിച്ച് ധാരണ തരുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ആൻസർ. ആൻസറിന്റെ പെരുമഴയാണ്. നെയിം ദി ക്വാണ്ടം നമ്പർ വിച്ച് ഗീവ്സ് ദി സ്പെഷ്യൽ ഓറിയന്റേഷൻ. പച്ച മലയാളത്തിലല്ലേടാ ഞാൻ നിന്നോട് അത് പറഞ്ഞു തന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ആരാടാ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഓറിയന്റേഷനെ കുറിച്ച് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. പഠിച്ചില്ലേ? അടുത്തത് നോഡ്. എന്താണ് നോഡ്? ശ്രദ്ധിച്ചു കേൾക്ക്. നോഡ് എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. എടാ, ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോണുകൾ ഇങ്ങനെ ഉണ്ടല്ലോ, എന്നാൽ ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് പറ നോഡ്. മറക്കരുതേ മോനെ. എന്താണ് നോഡെന്ന് 3 തവണ ഞാൻ നിനക്ക് പറഞ്ഞുതരും. ഹൃദയം കൊണ്ട് അങ്ങോട്ട് സ്വീകരിക്ക്. എന്താണ് നോഡ്? നോഡ് ഈ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം വേർ ദി പ്രോബബിലിറ്റി ടു ഫൈൻഡ് ആൻ ഇലക്ട്രോൺ ഇസ് 0. ആറ്റത്തിന്റെ ഉള്ളിലുള്ള സ്പേസ് ആണ്, ആറ്റത്തിന്റെ ഉള്ളിലുള്ള സ്ഥലമാണ്. എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? വേർ ദി പ്രോബബിലിറ്റി ടു ഫൈൻഡ് ആൻ ഇലക്ട്രോൺ ഇസ് 0. അവിടെ ഒരു ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത 0 ആണ്. മറക്കരുത്. നോഡ് ഈസ് സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം വേർ ദി പ്രോബബിലിറ്റി ടു ഫൈൻഡ് ആൻ ഇലക്ട്രോൺ ഇസ് 0. ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത 0 ആയിട്ടുള്ളവരെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? പറ. നോഡ് എന്ന് പേര് വിളിക്കുക. 2 ടൈപ്പ് നോഡ് ഉണ്ടടാ. ഒന്നാമന്റെ പേരാണ് റേഡിയൽ നോഡ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ഫെറിക്കൽ നോഡ്. രണ്ടാമന്റെ പേരാണ് ആംഗുലാർ നോഡ്. റേഡിയൽ നോഡിന്റെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ n-l-1. പഠിക്കേ, n-l-1. ആംഗുലാർ നോഡിന്റെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ ജസ്റ്റ് L മാത്രം. അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അത് വെച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേടാ. നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഓഫ് 4p ഓർബിറ്റൽ. പൊന്നുമോനെ, 4p എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ 4ഉം എല്ലിന്റെ വാല്യൂ 1ഉം അല്ലേ? എന്നിന്റെ വാല്യൂ 4 ആണ്, എല്ലിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ നോക്കിക്കേ, റേഡിയൽ നോഡ് കാണാൻ പറഞ്ഞാൽ n-l-1 എന്നല്ലടാ ഇക്വേഷൻ പറഞ്ഞത്. റേഡിയൽ നോഡ് ഈസ് ഈക്വൽ ടു n-l-1. ദാറ്റ് ഈസ് 4 - 1 - 1.
and the final answer is 2. Option B is correct answer. Very good, very good. ഇഷ്ടംപോലെ ആൾക്കാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. How many angular nodes are present in a 5f orbital? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഒരു 5f ഓർബിറ്റലിൽ എത്ര ആംഗുലാർ നോഡ് ഉണ്ട്? ഓപ്ഷൻസ് ഉണ്ട് 2, 3, 4, 5. പെട്ടെന്ന് എഴുതിക്കോ. ഒരു ആംഗുലാർ ഒരു 5f ഓർബിറ്റലിൽ എത്ര ആംഗുലാർ നോഡ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. 1 എന്നും 3 എന്നും 5 എന്നും ആൻസർ ഉണ്ട്. ഒരുപാട് പേര് ആൻസർ ചെയ്തിരിക്കുന്നത് 3 ആണ്. കറക്റ്റ് ആൻസർ 3 ആണ്. കാരണം 5f ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലിന് ഈക്വൽ ആണല്ലോ ആംഗുലാർ നോഡ്. എല്ലിന്റെ വാല്യൂ ഇവിടെ 3 ആണെന്ന് നമുക്കറിയാം. എടാ, ആംഗുലാർ നോഡ് ഈസ് ഈക്വൽ ടു എൽ ഇറ്റ് സെൽഫ്. എൽ ആംഗുലാർ ആംഗുലാർ നോഡ് ചോദിച്ചാൽ അസിമുത്തൽ കോണ നമ്പറിന്റെ വാല്യൂ മാത്രം പഠിച്ചാൽ മതി, മാത്രം കണ്ടാൽ മതി. ഷമീറക്ക് മനസ്സിലായോ? ഷമീറ മനസ്സിലാക്കി വെച്ചോളനെ. നമ്പർ ഓഫ് ആംഗുലാർ നോഡ് ഇസ് ഈക്വൽ ടു എൽ. എടാ, എനർജി ഓഫ് ഓർബിറ്റൽ n+l റൂളാണ്. n+l റൂൾ എന്തിനാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണേ. n+l റൂൾ ഈസ് യൂസ്ഡ് ടു കമ്പയർ എനർജീസ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽ. കാൽക്കുലേറ്റ് എനർജീസ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽ അല്ല. അറ്റോമിക് ഓർബിറ്റലിന്റെ എനർജികൾ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യാനല്ല n+l റൂൾ, പിന്നെ കമ്പയർ ചെയ്യാനാണ്. ഒരു ഓർബിറ്റലിലെ എനർജി എത്ര എന്ന് ചോദിച്ചാൽ പറയാൻ n+l റൂളിന് പറ്റില്ല. പിന്നെ 2 ഓർബിറ്റിൽ വന്നിട്ട് ആർക്കാണ് എനർജി കൂടുതൽ എന്ന് ചോദിച്ചാൽ പറയാൻ n+l റൂളിന് പറ്റും. എന്താണ് അദ്ദേഹത്തിന് പറ്റുന്ന കാര്യം കേട്ടോട്ടാ. എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n+l വാല്യൂ. ഇതാ നമ്മുടെ വരുന്നു രാജകുമാരൻ. 4s എന്ന് പറയുന്നവനും 3D എന്ന് പറയുന്നവനും പെട്ടെന്നൊന്ന് പറഞ്ഞേ പൊന്നുമക്കളെ. 4sലുള്ള n എത്ര, l എത്ര എന്നൊന്ന് പറഞ്ഞേ. n = 4 ആണ്, l = 0 ആണ്. ഇവിടെ n = 3 ആണ്, l = 2 ആണ്. നേരത്തെ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കൂട്ടി എഴുതി നോക്കിക്കേ. 4 + 0 4 എന്നല്ലടാ വരിക. 3 + 2 5 എന്നല്ലടാ വരിക. എവിടെയാണ് n+l വാല്യൂ കൂടുതൽ? 3Dയിലാണ് n+l വാല്യൂ കൂടുതൽ. അതുകൊണ്ട് എനർജി ചോദിച്ചാൽ 3Dക്കാണ് 4sനേക്കാൾ എനർജി കൂടുതൽ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോഴാണ് റൂൾ നമ്പർ 2വിന്റെ പ്രത്യേകത. റൂൾ നമ്പർ 2, n+l വാല്യൂ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യും? എനർജി പ്രൊപ്പോർഷണൽ ടു n വാല്യൂ. എടാ വന്നു 6p ഉണ്ട്, 7s ഉണ്ട്. നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. രണ്ടിലും n+l എന്ന് പറയുന്നത് 7 എന്ന് വരും. അപ്പൊ n+l വാല്യൂ ഇവിടെ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യും പറ? സെയിം ആണെങ്കിൽ രണ്ടാമത്തെ റൂൾ നോക്കണം. എനർജി പ്രൊപ്പോർഷണൽ ടു n വാല്യൂ. ആർക്കാണോ n-ന്റെ വാല്യൂ കൂടുതൽ അവിടെയാണ് എനർജി കൂടുതൽ. എവിടെയാ n-ന്റെ വാല്യൂ കൂടുതൽ? 7sലല്ലേ n-ന്റെ വാല്യൂ കൂടുതൽ, അവിടെയാണ് എനർജി കൂടുതൽ. 7sനാണ് എനർജി കൂടുതൽ. മറക്കരുത്. ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസ് ഇൻ ആറ്റം. ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതിനുള്ള 3 പ്രധാനപ്പെട്ട നിയമങ്ങളില്ലേ മക്കളെ? 3 പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്. ഒന്നാണേത്? ഓഫ് ബാ പ്രിൻസിപ്പിൾ. നിങ്ങൾക്കറിയാം, നമ്മൾ ഇലക്ട്രോണിനെ തോന്നിയ പോലെ ആദ്യത്തെ ഇലക്ട്രോണിനെ 5sലും പിന്നെ 3Dയിലും പിന്നെ 6Dയിലും അങ്ങനെയൊക്കെയാണോ കൊടുക്കുക? അല്ല. ആദ്യം നമ്മൾ 1sൽ കൊടുക്കും, എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ 2sൽ കൊടുക്കും, എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ 2pയിൽ കൊടുക്കും, അടുത്തത് 3sൽ കൊടുക്കും, നെക്സ്റ്റ് 3pയിൽ കൊടുക്കും. 3sലും 3pയിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3Dയിലല്ല നമ്മൾ കൊടുക്കുന്നത്, 4sലാണ്. അത് കഴിഞ്ഞിട്ടല്ലേടാ 3Dയിൽ കൊടുക്കുന്നത്. എന്തേ അവിടെ 3sഉം 3pയും കഴിഞ്ഞ് 3Dയെ കൊടുക്കാതെ 4sലേക്ക് കൊടുത്തത്? കാരണം ഇത്രയേ ഉള്ളൂ. 4sനേക്കാൾ എനർജി കൂടുതലാണ് 3Dക്ക്. പഠിച്ചു വെക്ക്. 4sനേക്കാൾ എനർജി കൂടുതലാണ് 3Dക്ക് എന്ന് ആര് പറഞ്ഞു? തൊട്ടു മുമ്പത്തെ ഈ n+l റൂളിൽ നമ്മൾ പഠിപ്പിച്ചു. 4sനേക്കാൾ എനർജി കൂടുതലാണ് 3Dക്ക് എന്ന് നമ്മൾ തന്നെ പഠിപ്പിച്ചതല്ലേടാ. എനർജി എവിടെയാണോ കൂടുതൽ, എങ്ങോട്ടാണോ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി, അതേ ഓർഡറിലാണ് ഇലക്ട്രോണിന്റെ ഫില്ലിംഗ് നടക്കുക. എനർജി ഏറ്റവും കുറവുള്ള ആൾക്കാണ് ആദ്യം ഇലക്ട്രോൺ കൊടുക്കുക, പിന്നെ എനർജി കൂടുതലുള്ള ആൾക്ക്, പിന്നെ എനർജി കൂടുതലുള്ള ആൾക്ക്, പിന്നെ അതിനേക്കാൾ എനർജി കൂടുതലുള്ള ആൾക്ക്. അങ്ങനെ എനർജി കൂടുന്നതിനനുസരിച്ചാണ് ഇലക്ട്രോണിന്റെ ഫില്ലിംഗ് നടക്കുന്നതെന്ന മാന്യമായ ഭാഷ നമ്മളോട് സംസാരിച്ച വ്യക്തി ആരാണെന്ന് പറ? വ്യക്തിയല്ല, ആ റൂള് ഏതാണെന്ന് പറ? ഓഫ് ബാ പ്രിൻസിപ്പിൾ. പഠിച്ചു വെക്ക്. ഓഫ് ബാ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഓഫ് ബാ എന്ന സയന്റിസ്റ്റ് ഉണ്ടാക്കിയതാണെന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കല്ലേ. അങ്ങനെ ഒരു മനുഷ്യനില്ല. ഓഫ് ബാ എന്ന് പറഞ്ഞാൽ, ഇനി അതിനെ ഔഫ് ബൗ എന്നാണ് നിനക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ. ജർമ്മൻ വേർഡാണ്. ആരാടാ? ജർമ്മൻ വേർഡാണ്. ബിൽഡിംഗ് അപ്പ് എന്നാണ് അതിനർത്ഥം.
ഓഫ് ബാ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് എന്നാണ് അർത്ഥം. പഠിച്ചു വെച്ചോ, ക്വസ്റ്റ്യൻ വരും. ഏത് ഓഫ് ബാ എന്ന് പറഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്ന് ക്വസ്റ്റ്യൻ വരും എന്നല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞേ. ഓഫ് ബാ പ്രിൻസിപ്പിൾ ക്വസ്റ്റ്യൻ വരും. ഓഫ് ബാ എന്ന് പറഞ്ഞാൽ നീൽസ് ബോർ ആണ് കേട്ടോ ഇത് കണ്ടെത്തിയ സയന്റിസ്റ്റ്, അല്ലാതെ ഓഫ് ബാ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉണ്ട് എന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കല്ലേ. അപ്പൊ പഠിക്കേ, എന്താണ് ഓഫ് ബാ പ്രിൻസിപ്പിൾ? ഇലക്ട്രോൺ ഫില്ല് ചെയ്തു പോകുന്നത് എന്തിന്റെ ഓർഡറിലാണ്? എനർജി ഓഫ് അറ്റോമിക് ഓർബിറ്റലിലാണ്. എനർജി ഓഫ് അറ്റോമിക് ഓർബിറ്റലിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. ഓർത്തുവെക്ക്. രണ്ടാമത്തത് ഹൺസ് റൂൾ ആണ്. ഹൺസ് റൂൾ. എന്നിട്ട് നമുക്ക് പോളിയിലേക്ക് വരാം. ഹൺസ് റൂൾ ആണ് മോനെ, ഹൺസ് റൂൾ. ഞാനിവിടെ 2 ചിത്രം വരക്കുന്നുണ്ട്. 2p4 എന്ന് പറയുന്നതാണ് ഞാൻ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചിത്രം ഇതാണ്. 1 2 3 4 4 ഇലക്ട്രോണിനെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രം ഇതാണ്. 1 2 3 4. ഇതിലേതോ ഒന്ന് തെറ്റാണ്, ഏതോ ഒന്ന് ശരിയാണ്. ഇത് എ, ഇത് ബി. ഏതാണ് ഇതിൽ ശരി എന്നൊന്ന് കമന്റ് ചെയ്തേടാ. 2 എണ്ണം ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. എ ആണോ ബി ആണോ ശരി എന്നൊന്ന് കമന്റ് ചെയ്യും. വെരി ഗുഡ്. രോഹിത് കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. എടാ ബി ആണ് ഇവിടെ ശരി. മതി. ബി ആണ് ശരി. ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വല്ലാത്ത സന്തോഷം. കേട്ടടാ, ബി ആണ് ഇവിടെ ശരി, എ ഇവിടെ തെറ്റാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. എയിൽ തന്നിരിക്കുന്ന ഈ ചിത്രം ഇല്ലേടാ, ആ ചിത്രം നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് തന്നിട്ട് ചോദിക്കും ഇത് ശരിയാണോ തെറ്റാണോ. അപ്പൊ നമ്മൾ എന്തെഴുതും? ഇത് തെറ്റാണ് എന്ന് എഴുതും. എന്നിട്ട് ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് തെറ്റായത്, ഏത് റൂളിനെയാണ് ഇത് വയലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയണം ഹൺസ് റൂളിനെയാണ് അയാൾ വയലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിന്നോട് ചോദിക്കും അങ്ങനെയാണെങ്കിൽ ആ റൂൾ ഒന്ന് പറയാൻ. നമ്മൾ പറയണേ, എല്ലാ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ വീതം കൊടുത്തതിന് ശേഷം മാത്രമേ പെയറിംഗ് നടക്കുള്ളൂ. ഒരേ എനർജി ഉള്ള എല്ലാ ഓർബിറ്റലിലും അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോൺ കൊടുത്തിട്ടേ പെയറിംഗ് നടത്താൻ പാടുള്ളൂ എന്ന മാന്യതയുടെ, സമത്വത്തിന്റെ നിയമത്തെ വിളിക്കുന്ന പേരാണ് ഹൺസ് റൂൾ. പഠിച്ചില്ലേ? എന്താടാ ഹൺസ് റൂൾ? പറ. Pairing of electron takes place only if the other atomic orbitals having same energy has got at least 1 electron. ഒരേ എനർജി ഉള്ള മറ്റു ഓർബിറ്റൽസിന് 1 ഇലക്ട്രോൺ എങ്കിലും കിട്ടിയാൽ മാത്രമേ പെയറിംഗ് നടക്കുള്ളൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഏത്? പറ. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. പഠിച്ചില്ലേ? ആപ്പിലെ ക്യൂസ് എങ്ങനെ ചെയ്യാൻ ഓഫീസ് നമ്പറിലൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂട്ടോ, എനിക്കതിൻ്റെ ധാരണയില്ല. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എടാ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കേട്ടോടാ. എന്താ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? ഞാനിവിടെ 2 എണ്ണം വരക്കുന്നുണ്ട്. ഈ 2 എണ്ണം ഇത് 2s-ലുള്ളതാണ്. 2s-ൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ 1, ഇവിടെ 2. അടുത്ത നോക്കിക്കോ, 2s-ലെ 2 ഇലക്ട്രോൺ, ഇവിടെ 1, ഇവിടെ 2. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്? ഇതിന് ഞാൻ നമ്പർ എ എന്ന് കൊടുക്കുന്നു, ഇതിനെ ഞാൻ നമ്പർ ബി എന്ന് വിളിക്കുന്നു. വിച്ച് വൺ ഈസ് കറക്റ്റ്? കമന്റ് ചെയ്യ്. A or B? A. Very good. ഓ, ഒരുപാട് ആള് വായിക്കാൻ പേര് കിട്ടണില്ല. അപ്പോഴേക്ക് കമന്റുകൾ മുകളിലേക്ക് കയറിപ്പോകുന്നു. എന്നാലും ഒരാളുടെ പേര് ഞാൻ വായിക്കും. ഹന്ന ലോട്ടറി എടുത്തോട്ടാ. എടാ, എ ആണ് ഇവിടെ കറക്റ്റ്. പഠിച്ചോട്ടാ. എന്താ കാരണം? നമുക്ക് എല്ലാവർക്കും അറിയാം. നോക്കിക്കേ, ബിയിൽ എന്താ തെറ്റ് നോക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി എന്നതിന്റെ ചിത്രം ചിലപ്പോൾ പരീക്ഷയ്ക്ക് തന്നിട്ട് ചോദിക്കും, മോനെ ഇത് ശരിയാണോ തെറ്റാണോ? അപ്പൊ നമ്മൾ പറയും ഇത് തെറ്റാണ്. അപ്പൊ ചോദിക്കും എന്തുകൊണ്ട് തെറ്റാണ്? ബിക്കോസ് ഇറ്റ്സ് വയലേറ്റ്സ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന് അഗെയിൻസ്റ്റ് ആണ്. പോളി പറഞ്ഞത് ഇതല്ല. പോളി കണ്ടാൽ അടി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇത് തെറ്റായത്. അപ്പൊ ചോദിക്കും എന്താ പോളി പറഞ്ഞേ? പോളി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, 2 ഇലക്ട്രോണുകൾക്ക് സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് വരാൻ പാടില്ല. ഹൃദയം കൊണ്ട് കേൾക്കണേ മോനെ, കാതുകൊണ്ട് കേൾക്കാൻ ആർക്കും പറ്റും, ഹൃദയം കൊണ്ട് കേൾക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. കേൾക്കടാ, എന്താ പറഞ്ഞത്? 2 ഇലക്ട്രോണുകൾക്ക് സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് വരാൻ പാടില്ല. 2 ഇലക്ട്രോണുകൾക്ക് സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് പറയാൻ പാടില്ല. പഠിച്ചോ? 2 ഇലക്ട്രോണുകൾക്ക് സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് വരാൻ പാടില്ല. ഒരേ ക്വാണ്ടം നമ്പറുകൾ 2 ഇലക്ട്രോണുകൾക്ക് വരാൻ പാടില്ല എന്നതാണ് പോളിയുടെ നിയമം. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിന് ഒരു സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ ആണെങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രോണിന് ഒരു ക്വാണ്ടം നമ്പറിലെങ്കിലും മാറ്റം വേണം. ഇപ്പൊ നോക്കിക്കേ, ഇങ്ങനെ പറഞ്ഞാൽ 2 ക്വാണ്ടം നമ്പറും ഇവിടെ സെയിം ആയിപ്പോയി. പഠിച്ചോ? 2 ക്വാണ്ടം നമ്പറും സെയിം ആയിപ്പോയി. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ക്വാണ്ടം നമ്പർ എങ്കിലും ഡിഫറൻസ് വരും. പഠിച്ചില്ലേ? അപ്പൊ സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് വരാൻ പാടില്ല എന്ന നിയമമാണ് പോളിയുടെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പഠിച്ചില്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം. ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നിവിടെ കാണിച്ചു തരാം. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്. 1s-ല് 2, 2s-ല് 2,
2pയിൽ 6, 3s 2, 3pയിൽ 6, 4s 1. ശരിയല്ലേ? ടോട്ടൽ 19 ആവണം. 2 2 4, 4 6 10, 10 2 12, 6 18, 1 19. പഠിച്ചില്ലേ കുഞ്ഞേ? ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ. പക്ഷേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനൊന്നല്ല നിന്നോട് ചോദിക്കുക. പിന്നെന്താ ചോദിക്കുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴുള്ള ഡിഫറൻസ് കാണിക്കുന്ന രണ്ടാളുകളുണ്ട്. ആരാണത്? ഒന്ന് കോപ്പർ, മറ്റൊന്ന് ക്രോമിയം. ഇതിലേതാണടാ കോപ്പറിന്റെ ശരിയായിട്ടുള്ളത് എന്ന് നോക്കിയേ. അവസാനത്തേക്ക് നോക്കിയാൽ മതി. എല്ലാവരും കമന്റ് ചെയ്യണേ. അവസാനത്തിൽ 3D 10ഉം 4s1ഉം ഓപ്ഷൻ എ. അവസാനത്തിൽ 3D 9ഉം 4s2ഉം ഓപ്ഷൻ ബി. വിച്ച് വൺ ഈസ് കറക്റ്റ്? വിച്ച് വൺ ഈസ് കറക്റ്റ്? വെരി ഗുഡ്, വെരി ഗുഡ്. ഒരാളുടെ പേര് ഞാൻ വായിക്കും. കമന്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഒരാളുടെ പേര് ഞാൻ വായിക്കും. ഒന്ന് നിന്നിട്ടിയാലേ വായിക്കുള്ളൂ. വെരി ഗുഡ്. ആദിൽ മുബാറക്. ആദിൽ മുബാറക് പറയുന്നു എ ആണ് ശരിയെന്ന്. നിങ്ങളെല്ലാവരും പറഞ്ഞത് എ തന്നെയാണ്. ഇതാ കേൾക്കടാ, എ ആണ് ഇതിലെ കറക്റ്റ്. കാരണം എന്താണെന്ന് നമുക്കറിയാം. 3Dയിൽ 10 ഇലക്ട്രോൺ ആയാൽ അവിടെ ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ ആയി. 3Dയിൽ 10 ഇലക്ട്രോൺ വന്നാൽ അവിടെ ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ ആയില്ലേ മോനെ? ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ ആയാൽ അത് എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആയാൽ അത് എക്സ്ട്രാ സ്റ്റേബിൾ ആണ് എന്നല്ലേടാ നമ്മുടെ റൂള്? എന്നല്ലേ നമ്മുടെ റൂള്? ഏതാണ് ആ റൂള്? പ്രത്യേകിച്ച് അതിന് പേരൊന്നുമില്ല. ഫുൾ ഫിൽഡ് കോൺഫിഗറേഷനും ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനും എക്സ്ട്രാ സ്റ്റേബിൾ ആണ് എന്നതാണ് സ്റ്റെബിലിറ്റി ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് സബ്ഷെൽസ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് പറയാനുള്ളത്. അതുവഴിയാണ് രണ്ടാളുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒന്ന് ക്രോമിയം, മറ്റൊന്ന് കോപ്പർ. ആർഗൺ എന്ന് പറയുന്ന നോബിൾ ഗ്യാസിന്റെ പുറമെ 4s1 3d5 ആണ് ക്രോമിയം. ആർഗൺ എന്ന നോബിൾ ഗ്യാസ് വന്നാൽ 4s1 3d10 ആണ് കോപ്പർ. പഠിച്ചേക്ക്. പഠിച്ചില്ല മോനെ? ചാപ്റ്റർ കഴിഞ്ഞു. ചാപ്റ്റർ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ? റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആണ് ചോദ്യം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ്? ആർഗൺ 4s1 3d5. ഫൈൻഡ് ദി നമ്പേഴ്സ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദി സബ്ഷെൽ വിത്ത് അസിമുത്തൽ കോണ നമ്പർ L = 2. ഒന്ന് ചെയ്ത് നോക്കാം. L = 2 എന്ന് പറഞ്ഞാൽ എത്രയാണടാ? L = 2 എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നോക്കിയേ. L = 2 എന്ന് പറഞ്ഞാൽ sp d അല്ലടാ വരിക. അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ശരിക്കും പഠിച്ചോളണേ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സബ്ഷെൽ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സബ്ഷെൽ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണെന്ന് അറിയാമോ മോനെ? 4l+2. പഠിക്കടാ, 4l+2. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 × 2 + 2 എന്ന് വരും. 4 × 2 + 2. കാര്യം എന്താ? 2 എന്ന് എവിടെ നിന്ന് കിട്ടി? എല്ലിന്റെ വാല്യൂ 2 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4 × 2 + 2. 4 × 2 8, 8 + 2 10 ഇലക്ട്രോൺസ്. പ്രസീത പറഞ്ഞത് കറക്റ്റാണ്. ശ്രിയ ബേബി പറഞ്ഞത് കറക്റ്റാണ്. Then next, represent the orbital with quantum numbers n = 1, L = 0. എല്ലാവരും പെട്ടെന്ന് റെപ്രസെന്റ് ചെയ്യും. Your time starts now. പെട്ടെന്ന് പറ. n = 1, L = 0. വെരി ഗുഡ്. ഡാലിയ ആദ്യം കമന്റ് ചെയ്തിട്ടുണ്ട്. ശിവാനി PS പുറകെയുണ്ട്. 1s കറക്റ്റ് ആൻസർ. Give the mathematical representation of Heisenberg's uncertainty principle. നമ്മളോടോ ബാല. ഡെൽറ്റ x × ഡെൽറ്റ p > h/4π. പഠിച്ചതല്ലേ? കഴിഞ്ഞതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. 1 മിനിറ്റ് സമയം കൂടി ഞാനിതായി നിർത്തം അവിടെ നിൽക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഇല്ലെങ്കിൽ പരിപാടി ഇപ്പൊ തീരും. സാർ, അപ്പോൾ അത് നല്ലൊരു ക്വസ്റ്റ്യനാ. 2s ഫുൾഫിൽഡ് ആയാൽ സ്റ്റേബിൾ ആകൂലേ? എടാ മോനെ, ഈ 2sന്റെ കേസ് എന്താണെന്നറിയോ? 2s ഫുൾഫിൽഡ് ആയാലോ? 2s ഇവിടെ നമ്മൾ 4sനെ കുറിച്ചല്ലേ സംസാരിക്കണേ. നിങ്ങൾ ഉദ്ദേശിച്ചത് 2s ഫുൾഫിൽഡ് ആയാൽ സ്റ്റേബിൾ ആവില്ല, അപ്പോൾ ഒന്ന് അപ്പുറത്തുനിന്ന് എടുക്കൂലേ എന്നല്ലേ? എടാ മോനെ, ഇനി അതിനുള്ള കാരണം പറഞ്ഞുതരാം. ഇവിടെ എന്തുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ ആയി എന്ന് പറയാൻ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കുള്ളൂ. അതല്ലാതെ എല്ലായിടത്തും ഫുൾഫിൽഡ് ആവാനും ഹാഫ് ഫിൽഡ് ആവാനും ചാൻസ് ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഓർബിറ്റലിൽ നിന്ന് കൈയിട്ട് വരും ഇതിന് അർത്ഥമൊന്നുമില്ല. എടാ, അർത്ഥം ശരിക്കും മനസ്സിലാക്കണേ. ഇവിടെ ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനിയിപ്പോൾ അത് എന്തുകൊണ്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുത്തല്ലേ പറ്റൂ. അതിന്റെ കാരണം ഇതാണ്. ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാരണത്തെ പിന്നെ ജനറലൈസ് ചെയ്യരുത്. കാരണം എല്ലായിടത്തും ഇപ്പൊ ഇങ്ങനെയൊക്കെ വരില്ലേ? എന്നിട്ട് അവിടെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ തെറ്റിച്ചാണോ എഴുതണേ? അല്ലല്ലോ. എന്താ കാര്യം? നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതാണല്ലോ ഒറിജിനൽ റൂള്. ഇത് രണ്ടെണ്ണം എക്സെപ്ഷൻ ആണല്ലോ. ആ എക്സെപ്ഷൻ ഉള്ള കാരണം എന്ത് എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. അതല്ലാതെ ഹാഫ് ഫിൽഡും ഫുൾഫിൽഡും ആവാനുള്ള സാധ്യത ഉള്ള എല്ലായിടത്തും ഹാഫ് ഫിൽഡും ഫുൾഫിൽഡും ആകും എന്നല്ല അതിനർത്ഥം.
ലൈവ് ഉണ്ടോ ഇനിയിപ്പോൾ ഇത് കട്ട് എൻഡ് ചെയ്യണോ? കഴിഞ്ഞല്ലേ? ഇനി ബയോളജി അവർക്ക് ഇനി എന്നാ വേറെ എന്നാണ് അത് അനൗൺസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ ഇന്ന് ബയോളജി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അവർ അറിയിച്ചിട്ടുണ്ടോ? എന്തായാലും ഇന്ന് ബയോളജി ഉണ്ടെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബയോളജി ഇല്ല, അത് മറ്റൊരു ദിവസം നടക്കുന്നതായിരിക്കും. അതിൻ്റെ ടൈം ടേബിളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് അറിയിക്കും. അപ്പോൾ നമുക്ക് പിന്നീട് കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.